നമസ്കാരം ഗൈസ്. അപ്പോൾ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഈ കാണുന്ന ഒറ്റ നിലയായിട്ടുള്ള നല്ല മനോഹരമായിട്ടുള്ള ഒരു വീടാണ് നമുക്കിന്ന് സെയിലിനായിട്ട് വന്നിട്ടുള്ളത്. ഇത് നമുക്ക് ആക്ച്വലി ഒരു വില്ല പ്രോജക്റ്റിൻ്റെ അകത്ത് കിടക്കുന്ന ഒരു കംപ്ലീറ്റഡ് ആയിട്ടുള്ള ഒരു പ്രോജക്റ്റാണ്. തൊട്ടടുത്തായിട്ട് വേറെ വീടുകളൊക്കെ നമുക്ക് ഒരുപാട് പണി ചെയ്തു വരുന്ന ഏരിയയാണ്. അപ്പോൾ ഈ ഒരു വില്ല പ്രോജക്റ്റിനകത്ത് തന്നെ നമുക്കൊരു 4-5 വീടുകൾ ഓൾറെഡി സോൾഡ് ഔട്ട് ആയിട്ട് അവിടെ ആൾ താമസമുള്ള ഒരു പ്രോപ്പർട്ടീസാണ് നമുക്ക് തൊട്ടടുത്തായിട്ട് കിടക്കുന്ന ഈ ഒരു വില്ല പ്രോജക്റ്റ് എന്ന് പറയുമ്പോഴത്തേക്കും. അപ്പോൾ നല്ല മനോഹരമായ എലിവേഷൻ ഡിസൈനും കാര്യങ്ങളെല്ലാം അടിപൊളിയായിട്ടുള്ള ഒറ്റ നില വീട് നമുക്ക് സെയിലായിട്ട് വന്നിട്ടുണ്ട്. 4.5 സെൻറ്റിൽ 950 സ്ക്വയർ ഫീറ്റിൽ 3 ബെഡ്റൂം ഉൾപ്പെടെ ഫ്ലോർ പ്ലാൻ ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു കിടിലം വീടാണ് നമുക്കിന്ന് സെയിലായിട്ട് വന്നിട്ടുള്ളത്. കറക്റ്റ് ലൊക്കേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് പ്രാവച്ചമ്പലം മലയം എന്നുള്ള സ്ഥലത്താണ് നമുക്കിത് വരുന്നത്. പ്രാവച്ചമ്പലത്ത് നിന്ന് നമുക്ക് വെറും ഒരു 3 കിലോമീറ്റർ അല്ലെങ്കിൽ 3.5 കിലോമീറ്റർ ജസ്റ്റ് ഒന്ന് മാറിക്കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ടുള്ളൊരു വീട്ടിൽ നമുക്ക് എത്താൻ പറ്റും. സെൻട്രൽ സിറ്റിയിൽ നിന്ന് ഒരു 10 കിലോമീറ്റർ, ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ നിന്ന് ഒരു 15 കിലോമീറ്റർ ഡിസ്റ്റൻസ് മാത്രമാണ് നമുക്ക് വരുന്നത്. എലിവേഷൻ വൈസ് നമുക്ക് നോക്കുവാണെങ്കിൽ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു 3D എലിവേഷനും കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് നമുക്ക് ഈ ഒരു എലിവേഷനിൽ വന്നിട്ടുണ്ട്. നമുക്ക് കുറച്ചുകൂടെ മനോഹരമാക്കുവാനായിട്ട് സ്പോട്ട് ലൈറ്റ് ഡെക്കറേഷൻ ആക്കിയാണ് നമുക്ക് കൊടുത്തേക്കുന്നത്. അപ്പോൾ ഇത്രയും വലിയൊരു എൻട്രൻസും കാര്യങ്ങളൊക്കെ ഈ ഒരു വീടിന് നമുക്ക് കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ട് നമുക്ക് നോക്കുവാണെങ്കിൽ ടാറിട്ട റോഡ് ഫ്രണ്ടേജ് നമുക്ക് തന്നെ ഇവിടെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇത്രയും വലിയ നമുക്കൊരു എൻട്രൻസും കാര്യങ്ങളും ഈ ഒരു ഭാഗത്ത് ഉള്ളതുകൊണ്ട് അടിപൊളിയായിട്ട് കോമ്പൗണ്ടിനകത്ത് കാറും അതുപോലെ തന്നെ വലിയ SUV മോഡൽസ് വണ്ടികളൊക്കെ നമുക്ക് ഇതിനകത്ത് സുഖമായിട്ട് കയറുന്ന ഒരു ഇതാണ്. 2 കാർ വരെ സുഖമായിട്ട് പാർക്ക് ചെയ്യാനുള്ള സ്പേസ് നമുക്ക് ഈ ഒരു വീടിൻ്റെ ഭാഗത്തുണ്ട്, ഫ്രണ്ടിൽ തന്നെ ഉണ്ട്. കംപ്ലീറ്റഡ് ആയിട്ട് നമുക്ക് ഇൻ്റർലോക്കും കാര്യങ്ങളും ചെയ്തിട്ടിരിക്കുന്ന ഒരു ഫ്രണ്ടേജാണ് നമുക്കിവിടെ വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു വീടിൻ്റെ മെയിനായിട്ട് വാട്ടർ സോഴ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ബോർവെല്ലാണ്. ബോർവെല്ലിൻ്റെ സ്ഥാനം ഈ കാണുന്ന ഒരു ഏരിയയാണ്. അതുപോലെ തന്നെ നമുക്ക് പൈപ്പ് കണക്ഷനും അടിപൊളിയായിട്ട് നമുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമുക്ക് ഫ്രണ്ടേജ് നമുക്ക് വരുന്നത്. അപ്പോൾ വീട് നമുക്ക് 4.5 സെൻറ്റ് ഉണ്ട്, 950 സ്ക്വയർ ഫീറ്റ്, 3 ബെഡ്റൂമാണ് നമുക്ക് ഈ ഒരു വീടിൻ്റെ ഫ്ലോർ പ്ലാൻ ഡിസൈനും കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത്. ഈ കാണുന്നതാണ് വീടിൻ്റെ മെയിൻ സിറ്റൗട്ട് എന്ന് പറയുമ്പോഴത്തേക്കും. സിറ്റൗട്ട് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ഹാൻഡിൽസും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്ത് ഗ്ലാസ് വർക്ക് കാര്യങ്ങളൊക്കെ ചെയ്ത് അടിപൊളിയായിട്ട് ക്ലോസ്ഡ് ആക്കി എടുത്തിട്ടുള്ള ഒരു സിറ്റൗട്ടാണ്. 2 സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ എൻട്രൻസ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ സൈഡിലായിട്ട് നമുക്ക് നോക്കുമ്പോഴത്തേക്കും നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ഗ്ലാഡിംഗ് ടൈൽസ് ഉൾപ്പെടെ നമുക്ക് വരുന്ന ടൈൽസും കാര്യങ്ങളൊക്കെ ഫുള്ള് കംപ്ലീറ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. സ്പോട്ട് ലൈറ്റ് നമുക്ക് ഫോൾ സീലിംഗ് ചെയ്താണ് സിറ്റൗട്ട് നമുക്ക് ചെയ്തേക്കുന്നത്. സ്റ്റെപ്പ് നമുക്ക് നോക്കുമ്പോഴത്തേക്ക് ഗ്രാനൈറ്റാണ് നമുക്ക് ഇട്ടിരിക്കുന്നത്. 12x8 ഡയമെൻഷനാണ് നമുക്ക് ഈ ഒരു സിറ്റൗട്ടിൽ നമുക്ക് വരുന്നത്. ഈ കാണുന്നതാണ് വീടിൻ്റെ ഫ്രണ്ട് ഡോർ എന്ന് പറയുമ്പോഴത്തേക്കും. ഫ്രണ്ട് ഡോറ് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് പ്ലാവിൻ തടിയിലാണ് ചെയ്തിരിക്കുന്നത്. അടിപൊളിയായിട്ടുള്ള ഒരു ഡിസൈനും കാര്യങ്ങളും കൊടുത്തുകൊണ്ട് കംപ്ലീറ്റ് ആയിട്ട് ചെയ്തിട്ടുള്ള ഒരു ഫ്രണ്ട് ഡോറ് നമുക്കിവിടെ വരുന്നുണ്ട്. അപ്പോൾ നമുക്കിനി വീടിൻ്റെ ഇൻറ്റീരിയർ ഭാഗത്തോട്ട് നമുക്ക് കടക്കാം. അപ്പോൾ നമ്മൾ ഈ വീടിൻ്റെ ഇൻറ്റീരിയർ ഭാഗത്തോട്ട് നമ്മൾ ജസ്റ്റ് കയറുമ്പോഴത്തേക്ക് നല്ല വിശാലമേറിയ ലിവിങ് ഏരിയ പ്ലസ് ഡൈനിങ് ഏരിയ കോൺസെപ്റ്റിൽ വരുന്ന അടിപൊളിയായിട്ടുള്ളൊരു ഇൻറ്റീരിയർ ഭാഗം നമുക്ക് വരുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമുക്ക് ഓപ്പോസിറ്റ് നമുക്ക് ഡൈനിങ് ഏരിയയുടെ ഭാഗത്ത് നമ്മൾ നോക്കുമ്പോഴത്തേക്കും കിട്ടുന്ന ഒരു വ്യൂ. നല്ല അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു TV യൂണിറ്റ് ഏരിയ ഉൾപ്പെടെ നമുക്ക് വരുന്ന ഒരു ലിവിങ് ഏരിയ പ്ലസ് ഡൈനിങ് ഏരിയയാണ് നമുക്കിവിടെ വരുന്നത്. 24x13 ഡയമെൻഷനാണ് നമുക്ക് ഈ ഒരു ലിവിങ് ഏരിയ പ്ലസ് നമുക്ക് ഡൈനിങ് ഏരിയ ഉൾപ്പെടെ നമുക്ക് വരുന്ന ഈ ഒരു ഏരിയയിൽ നമുക്ക് കിട്ടുന്ന സ്പേസ് എന്ന് പറയുമ്പോഴത്തേക്കും ക്വാളിറ്റി ടൈൽസും കാര്യം തന്നെയാണ് ഫ്ലോറിനായിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ കാണുന്നതാണ് നല്ല മനോഹരമായ TV യൂണിറ്റ് ഏരിയ. കംപ്ലീറ്റ് ആയിട്ട് പാനൽ വർക്ക് നമുക്ക് ടോപ്പ് ഏരിയയിൽ നിന്ന് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ചെയ്ത് എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ എത്ര വലിയ TV എല്ലാം നമുക്ക് മൗണ്ട് ചെയ്യാൻ പറ്റുന്ന സ്പേസ് കാര്യങ്ങളൊക്കെ നമുക്കിവിടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സ്റ്റോറേജ് സ്പേസ് നൽകിക്കൊണ്ട് തന്നെയാണ് ഈ TV യൂണിറ്റ് ഏരിയ കംപ്ലീറ്റ് ആക്കിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഈ ഒരു ഡൈനിങ് ഏരിയ ഭാഗത്ത് നമ്മൾ നോക്കുവാണെങ്കിൽ എത്ര വലിയ ടേബിളായാലും ഉൾപ്പെടുത്തിക്കൊണ്ട് നമുക്ക് ഭക്ഷണം കഴിക്കാനുള്ള ടേബിൾസ് ഉൾപ്പെടുത്താനുള്ള സ്പേസ് നമുക്ക് ഇവിടെ വന്നിട്ടുണ്ട്. തൊട്ടടുത്തായിട്ട് തന്നെ വാഷിംഗ് ഏരിയ നമുക്ക് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നല്ല ക്വാളിറ്റി പ്രോഡക്ട്സ് ഉൾപ്പെടെ വെച്ചിട്ടാണ് നമുക്ക് ഈ ഒരു വാഷിംഗ് ഏരിയ നമുക്ക് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഒരു ഫ്ലോട്ടിംഗ് മോഡൽ ഡിസൈന് നമുക്കിവിടെ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് വീടിൻ്റെ കിച്ചണിലോട്ട് ജസ്റ്റ് ഒന്ന് പോവാം. ഈ കാണുന്നതാണ് അപ്പോൾ വീടിൻ്റെ കിച്ചൺ എന്ന് പറയുമ്പോഴത്തേക്കും നല്ല മനോഹരമായ വലിയ സ്പേസ് എല്ലാം കൊടുത്ത് നല്ല അടിപൊളിയായിട്ടുള്ളൊരു കിച്ചൺ നമുക്കിവിടെ വന്നിട്ടുണ്ട്. നമുക്ക് ഫ്ലോറിംഗ് എല്ലാം തന്നെ നമുക്ക് മാറ്റ് ഫിനിഷ് വരുന്ന ടൈൽസാണ്, വുഡൻ പാറ്റേൺ വന്ന ടൈൽസാണ് നമുക്ക് ഫ്ലോറിനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. മുകളിലും താഴെയുമായിട്ട് ഒരുപാട് സ്പേസിന് വേണ്ടിയിട്ട് ക്യാബിനറ്റ്സും കാര്യങ്ങളൊക്കെ നമുക്ക് ഓൾറെഡി നമുക്ക് ചെയ്തിട്ടുണ്ട്. മുകളിലൊക്കെ നമുക്ക് അടിപൊളിയായിട്ടുള്ള കബോർഡ് വർക്ക് ഉൾപ്പെടെ നമുക്ക് വരുന്ന ക്യാബിനറ്റ്സാണ് നമുക്കിവിടെ ചെയ്തേക്കുന്നത്. 12x14 ഡയമെൻഷൻ വരുന്ന കിച്ചണാണ് നമുക്ക് ഈ ഒരു വീടിന് ചെയ്തേക്കുന്നത്. പിന്നെ നമുക്ക് നേരെ വീടിൻ്റെ ഫസ്റ്റ് ബെഡ്റൂമിലോട്ട് പോവാം. അപ്പോൾ ഈ കാണുന്നതാണ് വീടിൻ്റെ ഫസ്റ്റ് ബെഡ്റൂം എന്ന് പറയുമ്പോഴത്തേക്കും 12x10 ഡയമെൻഷൻ വരുന്ന ഒരു റൂം സ്പേസ് നമുക്കിവിടെ വരുന്നുണ്ട്. ഫ്ലോറിങ് എല്ലാം നല്ല ക്വാളിറ്റി ടൈൽസ് തന്നെയാണ് യൂസ് ആക്കിയിട്ടുള്ളത്. അപ്പോൾ ഈ കാണുന്നത് പോലെ തന്നെ നല്ല മനോഹരമായ ഫ്ലോട്ടിംഗ് ഡിസൈൻ വരുന്ന ഫ്ലോട്ടിംഗ് മോഡലിൽ നമുക്ക് ചെയ്തിരിക്കുന്ന ഒരു വാൾ റൂംസ് നമുക്കിവിടെ അവൈലബിൾ ആയിട്ട് വരുന്നുണ്ട്. ബാത്ത് അറ്റാച്ച് തന്നെയാണ് നമുക്ക് ഒരു ബെഡ്റൂം
അപ്പോൾ ഈ കാണുന്നതാണ് അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരു ബാത്റൂം എന്ന് പറയുമ്പോഴത്തേക്കും നല്ല ക്വാളിറ്റി ഫിറ്റിങ്സ് തന്നെയാണ് ബാത്റൂം ഫിറ്റിങ്സ് ആയിട്ടല്ല യൂസ് ആക്കിയിട്ടുള്ളത്. ഹീറ്റർ പ്രൊവിഷൻസ് ഉൾപ്പെടെ നമുക്ക് ഈ ഒരു ബാത്റൂമിൽ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ വീടിൻ്റെ രണ്ടാമത്തെ ബെഡ്റൂമിലോട്ടാണ് ഈ പോകുന്നത്. ഈ കാണുന്നതാണ് വീടിൻ്റെ രണ്ടാമത്തെ ബെഡ്റൂം. 12x12 ഡയമെൻഷൻ നമുക്കിവിടെ ഈ റൂം സൈസിൽ വരുന്നുണ്ട്. ഫ്ലോറിംഗ് എല്ലാം നല്ല ക്വാളിറ്റി ടൈൽസും കാര്യങ്ങൾ തന്നെയാണ് നമുക്ക് യൂസ് ആക്കിയിട്ടുള്ളത്. ഒരു വാൾറൂഫ് പ്ലസ് നമുക്കിവിടെ ഡ്രസ്സിംഗ് മിറർ ഉൾപ്പെടെ നമുക്ക് വരുന്ന ഒരു വാൾറൂഫ്സ് നമുക്കിവിടെ വരുന്നുണ്ട്. ഫ്ലോട്ടിംഗ് മോഡലാണ് നമുക്കൊരു വാൾറൂഫ്സ് ചെയ്തേക്കുന്നത്. അതുപോലെ തന്നെ ബാത്ത് അറ്റാച്ച്ഡ് ഉള്ള ഒരു ബെഡ്റൂം തന്നെയാണ് ഇതും. നല്ല ക്വാളിറ്റി പ്രോഡക്ട്സ് സെറയുടെ നല്ല ക്വാളിറ്റി ഫിറ്റിങ്സ് ആണ് ഈ ഒരു ബാത്റൂമിൽ യൂസ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് നേരെ വീടിൻ്റെ മൂന്നാമത്തെ ബെഡ്റൂമിലോട്ട് പോവാം. അപ്പോൾ ഈ കാണുന്നതാണ് വീടിൻ്റെ മൂന്നാമത്തെ ബെഡ്റൂം. 12x12 ഡയമെൻഷൻ നമുക്ക് ഈ ഒരു റൂമിൽ കിട്ടുന്നുണ്ട്. ഫ്ലോറിംഗ് എല്ലാം ക്വാളിറ്റി ടൈൽസ് തന്നെയാണ് യൂസ് ആക്കിയിട്ടുള്ളത്. എല്ലാ റൂംസിലും നമുക്ക് ഇതുപോലെ AC പോയിൻറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് ചെയ്തിരിക്കുന്ന വാൾറൂഫ്സ് ആണ് ഈ കാണുന്നത്. ഫ്ലോട്ടിംഗ് മോഡൽ തന്നെയാണ് വാൾറൂഫ്സ് നമുക്ക് ചെയ്തേക്കുന്നത്. മുകളിൽ കുറച്ച് സ്റ്റോറേജ് സ്പേസും കാര്യങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ട് ചെയ്തിരിക്കുന്ന ഒരു വാൾറൂഫ്സ് നമുക്കിവിടെ കാണാം. അപ്പോൾ നമുക്ക് ഇതും ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരു ബെഡ്റൂം തന്നെയാണ്. സെറയുടെ നല്ല ക്വാളിറ്റി ഫിറ്റിങ്സും കാര്യങ്ങളെല്ലാം യൂസ് ചെയ്ത് കംപ്ലീറ്റ് ആയി തീർത്തിട്ടുള്ള ഒരു ബാത്റൂം തന്നെയാണ് നമുക്കിവിടെ ചെയ്തേക്കുന്നത്. അപ്പോൾ പ്രാവച്ചമ്പലം മലയം സൈഡിലുള്ള ഈ ഒരു അടിപൊളിയായിട്ടുള്ള ഒരു വില്ലയുടെ ഡീറ്റെയിൽസ് ആണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരുന്നത്. അപ്പോൾ ഈ ഒരു നല്ല മനോഹരമായ വീടിൻ്റെ ആസ്കിംഗ് പ്രൈസ് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് 46 ലക്ഷമാണ് നമുക്കിതിൻ്റെ ഒരു ആസ്കിംഗ് പ്രൈസ് വരുന്നത്. തികച്ചും നെഗോഷ്യബിൾ ആണ് ഈ ഒരു പ്രൈസ് റേഞ്ച് എന്ന് പറയുമ്പോഴത്തേക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീട് ഒന്ന് കാണാൻ പർച്ചേസ് ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ അപ്പോൾ ലൊക്കേഷൻ ഡീറ്റെയിൽസും കാര്യങ്ങളും അറിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ കാണുന്ന നമ്പറിലോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ പർച്ചേസ് ചെയ്യാൻ നമുക്ക് ഹോം ലോൺസ് എന്തെങ്കിലും ആവശ്യമാണെങ്കിൽ ഞങ്ങൾ കസ്റ്റമേഴ്സിന് അറേഞ്ച് ചെയ്ത് നൽകി കൊടുക്കുന്നതാണ്. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടാതെ തന്നെ ബെല്ലൈക്കണും കൂടെ എനേബിൾ ചെയ്യുക.